ഹലോ ഗൈസ്, എന്താണ് ബസ്റ്റർ കാൾ? നമ്മുടെ വൺ പീസ് വേൾഡിൽ രണ്ട് പ്രാവശ്യമാണ് ബസ്റ്റർ കാൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബസ്റ്റർ കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഗവൺമെന്റ് അവരുടെ എനിമീനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ അനൈലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ എയിമോട് കൂടി യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ തന്നെയാണ് ബസ്റ്റർ കാൾ എന്ന് പറയുന്നത്. ഈ ബസ്റ്റർ കാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 വൈസ് അഡ്മിറലും 10 ഷിപ്പുകൾ അടങ്ങിയ ഒരു വലിയ ഫ്ലീറ്റ് തന്നെ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സ്ഥലത്തോട് എത്തിയിട്ട് അവരെ കംപ്ലീറ്റ്ലി അനൈലേറ്റ് ചെയ്യും. അവിടെ പിന്നെ ഒരു ഐലൻഡിനെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ആ ഒരു ബസ്റ്റർ കാൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അവർ യാതൊരുവിധ അനുകമ്പയോ ദയോ കരുണയോ ഒന്നും കാണിക്കത്തില്ല. ഈവൻ ഇപ്പോൾ ആ ഒരു ബസ്റ്റർ കാൾ വിളിക്കുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ ഇന്നസെന്റ് പീപ്പിൾ അല്ലെങ്കിൽ അവിടെ നോർമൽ വില്ലേജേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അവർ മരിച്ചാലും അവർക്ക് യാതൊരു വിഷയവുമില്ല. അവരെ കൊല്ലുക, അതായത് അവരെ എനിമീനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇവർ ഈ ബസ്റ്റർ കാൾ വിളിക്കുന്നത്. ഈ ബസ്റ്റർ കാളിന്റെ പിന്നിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ജസ്റ്റിസ് ആണ്. നമ്മളുടെ പുരാണങ്ങളിൽ ഈ കൃഷ്ണൻ പറയുന്ന പോലെ, അതായത് മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന കണക്ക് അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എങ്ങനെയും എത്തണം, അതായത് അവരുടെ എനിമീനെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ബസ്റ്റർ കാൾ യൂസ് ചെയ്യുന്നത്. ഈ ബസ്റ്റർ കാൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഒഹാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. ഈ ഒഹാറ എന്ന് പറയുന്ന ഐലൻഡിൽ താമസിച്ചിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഹിസ്റ്റോറിയൻസ് ആണ്. അവിടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ നിക്കോ റോബിൻ. ആ സമയത്ത് നിക്കോ റോബിൻ കുട്ടിയായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവർ ഫോണോഗ്രാഫ്സിനെ ഡെസ്ഫർ ചെയ്യാനായിട്ട് പഠിച്ചു കഴിയും. അതായത് ആ ഒരു ഫോണോഗ്രാഫ്സിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്തെന്ന് അവർ തിരിച്ചറിയുകയും ആ ഒരു ഫോണോഗ്രാഫ്സിന്റെ അകത്ത് ഉള്ള കണ്ടന്റ് എന്താണ് അവർ മനസ്സിലാക്കുകയും ചെയ്യും. സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹിസ്റ്ററിയിൽ ഫോർത്ത് സെഞ്ചുറി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഹിസ്റ്ററിയിൽ ആർക്കും അറിയാതെ മാച്ച് കളയപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇത് സത്യത്തിൽ മാച്ച് കളഞ്ഞത് ഈ വേൾഡ് ഗവൺമെന്റ് തന്നെയാണ്. കാര്യം അവർ ആ സമയത്ത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർ ആരും അറിയരുത് എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവരത് മറച്ചു പിടിച്ചത്. പക്ഷേ ഈ ഒരു ഫോണോഗ്രാഫ്സിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഈ വേൾഡ് സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഡെസ്പർ ചെയ്ത് എടുക്കുന്നതോടുകൂടി നമ്മുടെ വേൾഡ് ഗവൺമെന്റിനെതിരെ ആളുകൾ തിരിയും എന്ന് പറയുന്ന ആ ഒരു ഐഡിയയുടെ പുറത്ത് മാത്രമാണ് ആ ഒഹാറ എന്ന് പറയുന്ന ഒരു ഐലൻഡിനെ തന്നെ അവർ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മൊത്തം കൊന്നൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മളുടെ നിക്കോ റോബിൻ രക്ഷപ്പെടുന്നുണ്ട്. സെക്കൻഡ് ടൈം ബസ്റ്റർ കാൾ വിളിക്കുന്നത് പറയുമ്പോൾ എനീസ് ലോബി വെച്ചാണ്. CP9 നിക്കോ റോബിനെ അവിടെ നിന്ന് ബന്ദിയാക്കി കൊണ്ടുപോയതിനു ശേഷം നമ്മളുടെ ലൂഫിയും ക്രൂവും എനീസ് ലോബിയിലോട്ട് പോകുന്നുണ്ട്. അതായത് നിക്കോ റോബിനെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അബദ്ധത്തിൽ കൈതട്ടിയാണ് ആ ഒരു ഗോൾഡൻ സ്നെയിൽ പ്രസ് ചെയ്തിട്ട് ബസ്റ്റർ കാൾ വിളിക്കുന്നതെങ്കിൽ പോലും പക്ഷെ അവിടെ നമ്മൾ അതിവിദഗ്ധമായിട്ട് ലൂഫിയും ക്രൂവും രക്ഷപ്പെടുന്നുണ്ട്. ബസ്റ്റർ കാൾ വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രശ്നവും പറ്റാതെ ഒരു ക്രൂ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി രക്ഷപ്പെടുന്നത്. അത് നമ്മുടെ ലൂഫിന്റെ ക്രൂ ആണ്. അത് മാത്രമല്ല വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 തവണ ബസ്റ്റർ കാൾ വിളിച്ചിട്ട് പോലും ആ 2 ബസ്റ്റർ കാളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിക്കോ റോബിനാണ്. വേൾഡ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള 2 ബിഗസ്റ്റ് വെപ്പണിൽ ഒന്നാണ് ഈ ബസ്റ്റർ കാൾ. ഒന്നെന്ന് പറയുന്നത് നമ്മളെ മറൈൻപോർട്ട് വാർ ടൈമിൽ കണ്ടായിരുന്ന അതായത് 3 അഡ്മിറൽസ്, അതായത് പവർഫുൾ ആണ് വേൾഡ് ഗവൺമെന്റിന്റെ ടോപ്പിൽ നിൽക്കുന്ന പവർഫുൾ ആയിട്ടുള്ള 3 അഡ്മിറൽസ്. അവർ തന്നെയാണ് മറ്റൊരു വെപ്പൺ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു പവർഫുൾ വെപ്പണാണ് ഈ ബസ്റ്റർ കാൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ബസ്റ്റർ കാളിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെടുന്ന നമ്മളെ ലൂഫിന്റെ ക്രൂവിന് കൊടുത്തിരിക്കുന്ന ബൗണ്ടി സത്യം പറഞ്ഞാൽ അൺഫെയർ അല്ലേ? അപ്പൊ ഇതുവരെ ഇത്രയും വലിയൊരു ഫീറ്റ് വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ നമുക്ക് ലൂഫിയുടെ ക്രൂവിന് എന്തുമാത്രം ഹൈ ബൗണ്ടി വരേണ്ടതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ വേൾഡ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന രീതിക്ക് അതിനെ മറവുകയാണ് ചെയ്യുന്നത്. കാര്യം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേൾഡ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. അതായത് ബസ്റ്റർ കാളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ അപ്പോൾ ലൂഫിയും ക്രൂവും വേൾഡ് ഗവൺമെന്റിനെക്കാട്ടി പവർഫുൾ ആണ് എന്ന ഒരു ചിന്ത ആളുകളിലേക്ക് എത്തും എന്ന ആ ഒരു ഐഡിയ കൊണ്ട് മാത്രമാണ് ലൂഫിന്റെ ബൗണ്ടി, അതായത് ലൂഫിന്റെയും ക്രൂവിന്റെയും ബൗണ്ടി വളരെ അധികം ഹൈ ആയിട്ട് പോകാത്തത്. ഈ ഒരു ഇൻസിഡന്റ് മാത്രമല്ല പല ഇൻസിഡന്റുകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ക്രൊക്കോഡൈലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇൻസിഡന്റ് ആണെങ്കിലും ഇനിയിപ്പോ ബിഗ് മമ്മുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇൻസിഡന്റ്, പല ഇൻസിഡന്റിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം ലൂഫിയും അതിന്റെ ക്രൂവും ഇതുവരെ ആരും തന്നെ ആ ഒരു വേൾഡിൽ ചെയ്തിട്ടില്ലാത്ത കണക്കുള്ള ഫീറ്റുകളാണ് അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ വേൾഡ് കൊണ്ട് മനഃപൂർവ്വം അവരെ ബൗണ്ടി സപ്രസ് ചെയ്ത് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ മറ്റു വൺ പീസ് ഫാക്റ്റുമായി കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.